നിങ്ങൾക്കറിയാമോ, അധികം വൈകാതെ തന്നെ ഇന്ത്യക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു സ്വപ്നദ്വീപ് വെള്ളത്തിനടിയിലാകുമെന്ന്? ലോകമെമ്പാടുമുള്ള സഞ്ചാരികളുടെ സ്വപ്നഭൂമിയാണ് മാലദ്വീപ്. മനം മയക്കുന്ന നീലക്കടലും തൂവെള്ള മണൽത്തരികളും വെള്ളത്തിനടിയിലെ അത്യാഡംബര ബംഗ്ലാവുകളും ആകർഷകമായ കോറൽ റീഫുകളുമെല്ലാം ഈ ദ്വീപസമൂഹത്തെ ലോകഭൂപടത്തിലെ സവിശേഷമായ ഒരു പദവിയിൽ എത്തിച്ചിരിക്കുന്നു. ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക്, ഹണിമൂൺ യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും മാലദ്വീപ് എന്നും ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യസ്ഥാനമാണ്. പ്രതിവർഷം 10,000-കണക്കിന് സഞ്ചാരികളാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഈ പർദീസയിലേക്ക് ഒഴുകിയെത്തുന്നത്. എന്നാൽ ഈ സൗന്ദര്യത്തിന് മുകളിൽ ഇന്ന് ഒരു ഇരുണ്ട നിഴൽ വീണിരിക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊച്ചു കാഴ്ചകൾക്ക് മേൽ സമുദ്രം അതിന്റെ പിടി മുറുക്കുകയാണ്. അധികം വൈകാതെ മാലദ്വീപ് അതിന്റെ മനോഹാരിതയോടെ തന്നെ കടലിൽ മുങ്ങിപ്പോകുമോ എന്ന ഭീതി ഇന്നത് യാഥാർത്ഥ്യത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് കേവലം 1 മീറ്ററിൽ താഴെ മാത്രം ശരാശരി ഉയരമുള്ള മാലദ്വീപിന്റെ ഭൂപ്രദേശങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മണ്ണൊലിപ്പും ആഗോളതലത്തിലെ സമുദ്രനിരപ്പിലെ വർധനവുമാണ് ഈ ദ്വീപിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുന്നത്. എന്താണ് ഈ പ്രതിസന്ധിക്ക് കാരണം? എത്രത്തോളം ഗുരുതരമാണ് മാലദ്വീപ് നേരിടുന്ന ഈ ഭീഷണി? ഇത് വെറും മാലദ്വീപിന്റെ മാത്രം പ്രശ്നമാണോ, അതോ ആഗോളതലത്തിലുള്ള ഒരു ദുരന്തത്തിന്റെ സൂചനയാണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം തേടുകയാണ് ഇക്കുറി നമ്മൾ.